കേരളം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നു കഴിഞ്ഞു. ഈ വർഷം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കും. അത് കഴിഞ്ഞാലുടൻ അടുത്ത വർഷം തുടക്കത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കും. രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കാരണം വളരെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ്. തുടർച്ചയായി 2 തവണ LDF അധികാരത്തിലിരുന്ന ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ തുടർച്ചയായി 2 തവണ UDF പ്രതിപക്ഷത്തിരുന്ന ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പ്. രണ്ട് മുന്നണികളെ സംബന്ധിച്ചും പ്രത്യേകം എടുത്തു പറഞ്ഞാൽ LDFിലെ CPMനെയും UDFിലെ കോൺഗ്രസിനെയും സംബന്ധിച്ച് വളരെ നിർണായകം തന്നെയാണ് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ്. ഈ രണ്ടുപേരിൽ ആർക്കാണ് ഈ തിരഞ്ഞെടുപ്പ് കൂടുതൽ നിർണായകമാകുന്നത് എന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസിനാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ തുടർച്ചയായി 2 തവണ പ്രതിപക്ഷത്ത് ഇരിക്കുകയാണ് കോൺഗ്രസും അവരുടെ സഖ്യകക്ഷികളും. ഇതിൽ സഖ്യകക്ഷികളുടെ കാര്യം എടുത്തു പറഞ്ഞാൽ കോൺഗ്രസിനൊപ്പം ചേർന്ന് നിൽക്കാൻ മുസ്ലിം ലീഗ് മാത്രമേ കാണുകയുള്ളൂ. മറ്റെല്ലാവരും ഇനിയൊരു തവണ കൂടി കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്ന സൂചനകൾ നേരത്തെ ലഭിച്ചാൽ ഉറപ്പായും കളം മാറി ചവിട്ടുന്നവരാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് അതിനിർണായകമാണ് ഈ തിരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് തലയിൽ കയറി നിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാവും വിശ്വപൗരൻ എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയുമായ ശശി തരൂർ വല്ലാത്തൊരു കളി കളിക്കുന്നത്. അതായത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള കളി. കേരളത്തെ സംബന്ധിച്ച് കുറച്ചു കാലം മുൻപ് വരെ കോൺഗ്രസ് വിട്ടാൽ CPM, CPM വിട്ടാൽ കോൺഗ്രസ് എന്ന സാഹചര്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ദേശീയതലത്തിൽ BJP ശക്തമായ സാന്നിധ്യമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസ് വിട്ടാൽ BJP, അതുപോലെ CPM വിട്ടാൽ BJP എന്നിങ്ങനെയുള്ള ഓപ്ഷനുകളും ഇപ്പോൾ നേതാക്കന്മാർക്ക് എടുക്കാൻ കഴിയും. ഇവിടെ ശശി തരൂർ കോൺഗ്രസ് വിടുമെന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. എന്നാൽ എവിടേക്കാണ് പോകുന്നതെന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ശശി തരൂർ തൻ്റെ നിലപാട് വീണ്ടും കടുപ്പിച്ചിരുന്നു. കോൺഗ്രസിന് വേണ്ടെങ്കിൽ തനിക്ക് വേറെ വഴിയുണ്ടെന്ന ശശി തരൂരിൻ്റെ പ്രതികരണം നിരവധി ഊഹാപോഹങ്ങൾക്കും വഴിവച്ചിരുന്നു. പാർട്ടി മാറുന്നതിനെ താൻ അനുകൂലിക്കുന്നില്ല എന്ന് പറയുന്ന തരൂർ മറ്റു വഴികളായി ചൂണ്ടിക്കാട്ടുന്നത് എഴുത്തും പ്രസംഗവുമാണ്. തിരുവനന്തപുരം MP സ്ഥാനം എപ്പോൾ വേണമെങ്കിലും രാജിവച്ചേക്കുമെന്ന സൂചന കൂടിയാണ് തരൂർ നൽകുന്നത്. എന്നാൽ ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് ശശി തരൂർ ഒരിക്കലും രാജിവച്ച് വെറുതെ ഇരിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഒരിക്കലും ശശി തരൂർ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കില്ലെന്ന ഉറപ്പും അവർ പറയുന്നുണ്ട്. പകരം ഇവിടെ നടക്കാൻ പോകുന്നത് മറ്റൊരു കാര്യമായിരിക്കും. അതായത് നിലവിലെ സൂചനകൾ അനുസരിച്ച് തിരുവനന്തപുരത്ത് ബൈ ഇലക്ഷൻ നടക്കും. ഈ തിരഞ്ഞെടുപ്പിൽ BJPക്ക് വിജയിക്കാനുള്ള സാഹചര്യം ഒരുങ്ങും. പക്ഷേ ഇതിനിടയിൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, മറ്റൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി നിന്ന് ശശി തരൂർ തിരുവനന്തപുരത്ത് മത്സരിക്കില്ല. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ ഒരു പാനലിൽ മത്സരിച്ച വ്യക്തിയാണ് ശശി തരൂർ. എന്നാൽ വലിയ വോട്ട് വ്യത്യാസത്തിൽ അദ്ദേഹം തോറ്റു. ശശി തരൂർ ഇതുവരെ പ്രതികരിച്ച പ്രതികരണങ്ങളിലെല്ലാം കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയെ നയിക്കാനുള്ള താൽപ്പര്യമുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. എന്നാൽ ഇത്രത്തോളം ഒരു യുദ്ധമുഖം തുറന്ന സ്ഥിതിക്ക് ഹൈക്കമാൻഡ് ഇനി ശശി തരൂരിന് മുന്നിൽ വഴങ്ങാൻ സാധ്യത കുറവാണ്. പാർട്ടി വിട്ടാലും CPMലോ BJPയിലോ ചേരാതെ കേരള വികസനത്തിനായി നിലകൊള്ളുന്ന പൊതുപ്രവർത്തകൻ എന്ന പ്രതിച്ഛായ സൃഷ്ടിക്കാനാണ് തരൂരിൻ്റെ ശ്രമമെന്നാണ് യഥാർത്ഥത്തിൽ CPM കരുതുന്നത്. എന്നാൽ ഇപ്പോഴേ ഉറപ്പിച്ചു പറയാം, അതങ്ങനെയല്ല. കേരളത്തിൽ മാത്രം വേരുറച്ചു നിൽക്കുന്ന CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ശശി തരൂർ കടന്നെത്തുമെന്ന് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. ഐക്യരാഷ്ട്ര സംഘടനയിലും മറ്റും പ്രവർത്തിച്ച ഒത്തിരി വിദേശ ബന്ധങ്ങളും മറ്റുമുള്ള ശശി തരൂർ ഈ കേരളത്തിൽ മാത്രം അങ്ങനെ ചുറ്റിപ്പറ്റി കളിക്കാനുള്ള അത്ര ചെറിയ മനസ്സുള്ളയാളല്ല. കോൺഗ്രസ് ഒരുപക്ഷെ അദ്ദേഹത്തെ പുറത്താക്കിയാൽ, അല്ലെങ്കിൽ അദ്ദേഹം കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചാൽ ഉറപ്പായും അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന വഴി BJPയിലേക്കുള്ളതായിരിക്കും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ ശശി തരൂർ കോൺഗ്രസ് വിട്ടാൽ ഒരു കോൺഗ്രസ് നേതാവ് പാർട്ടി വിട്ടു എന്നുള്ളത് മാത്രമായിരിക്കില്ല അവിടെ സംഭവിക്കുന്നത്. കേരളത്തിലെ ഒരു ലോക്സഭാ സീറ്റ് കൂടി BJPയുടെ കൈകളിലേക്ക് എത്തപ്പെടും. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കഴിഞ്ഞ കുറച്ചു കാലമായി, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കഴിഞ്ഞ 4 തവണയായി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂർ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ശശി തരൂരിന് പകരം വേറൊരു സ്ഥാനാർത്ഥി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സങ്കല്പിക്കാൻ കോൺഗ്രസിന് കഴിയുമായിരുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും ശശി തരൂരിൻ്റെ നിലപാടുകൾ ഇത്തരത്തിൽ തുടരുന്നതിനാൽ വേറൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചിന്തിച്ചാലേ പറ്റുകയുള്ളൂ. എന്നാൽ
ശശി തരൂർ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പകരം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ആര് മത്സരിക്കും? ഈ ഒരു ചോദ്യമാണ് കോൺഗ്രസിനെ ഇപ്പോൾ കുഴപ്പിക്കുന്നത്. കോൺഗ്രസിനെ മാത്രമല്ല, ഒരർത്ഥത്തിൽ CPM-നെ കുഴപ്പിക്കുന്നതും ഈ ചോദ്യം തന്നെയാണ്. LDF മുന്നണിയിൽ CPI ആണ് തിരുവനന്തപുരം ലോക്സഭാ സീറ്റിൽ മത്സരിക്കുന്നത്. മുൻപ്, അതായത് BJP ഇത്രത്തോളം ശക്തമാകുന്നതിന് മുൻപ്, CPIക്കും കോൺഗ്രസിനും തുല്യ പ്രാധാന്യമുള്ള മണ്ഡലമായിരുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. 2004-ൽ PK വാസുദേവൻ നായർ CPI സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിക്കുകയും എന്നാൽ ഒരു വർഷം തികയുന്നതിന് മുൻപ് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തതോടെ അന്നത്തെ CPIയുടെ സമുന്നത നേതാവായിരുന്ന പന്ന്യൻ രവീന്ദ്രൻ അവിടെ മത്സരിക്കാനെത്തുകയായിരുന്നു. 2005-ൽ പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ജയിച്ചതൊഴിച്ചാൽ പിന്നെയൊരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും അവിടെ നിന്നും പാർലമെന്റ് കണ്ടിട്ടില്ല. ഇതിനിടെ 2014-ൽ ബെനറ്റ് എബ്രഹാമിന് CPI സ്ഥാനാർത്ഥിത്വം നൽകിയത് സംബന്ധിച്ച് പെയ്ഡ് സീറ്റ് എന്ന ആരോപണവും ഉയർന്നിരുന്നു. 2005-ൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും MP-ആയി മത്സരിച്ച് വിജയിച്ച പന്ന്യൻ രവീന്ദ്രൻ പിന്നെ തിരുവനന്തപുരത്ത് മത്സരിക്കാനെത്തുന്നത് 2024-ലാണ്. 2005-ൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി VS ശിവകുമാറിനെ തോൽപ്പിച്ച പന്ന്യന് പക്ഷേ 2024-ൽ 3-ാം സ്ഥാനത്തെത്താനായിരുന്നു വിധി. എന്നാൽ ഇവിടെ LDF-നെയും UDF-നെയും ഒരുപോലെ ഭയപ്പെടുത്തുന്ന ചില സംഗതികളുണ്ട്. ആ സംഗതികൾ BJP-യെ സന്തോഷപ്പെടുത്തും എന്നുള്ളത് മാത്രമല്ല, കോൺഗ്രസിന് മുന്നിൽ ശശി തരൂരിന് പിടിവള്ളിയായിട്ടുള്ളതും അവ തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ശശി തരൂർ അല്ലാതെ മറ്റാര് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചാലും തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുമെന്നാണ് സൂചനകളിലൂടെ വ്യക്തമാകുന്നത്. ശശി തരൂർ തൻ്റെ വ്യക്തിപ്രഭാവം ഒന്നുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരിടമാണ് തിരുവനന്തപുരം. ശശി തരൂർ ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മതിയാക്കിയാലോ അല്ലെങ്കിൽ തരൂരിന് പകരം മറ്റാരെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തിയാലോ ഉറപ്പായും ഈ മണ്ഡലം കോൺഗ്രസിൻ്റെ കൈവിട്ടു പോകും. അതിനുള്ള സൂചനകൾ തന്നെയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ നമുക്ക് മുന്നിൽ വ്യക്തമായതും. തിരുവനന്തപുരം ജില്ലയിലെ 7 നിയമസഭാ മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, പാറശാല, കോവളം, നെയ്യാറ്റിൻകര എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ 3,58,155 വോട്ടുകളാണ് മണ്ഡലത്തിൽ നേടിയത്. എന്നാൽ അതേസമയം BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നേടിയത് 3,42,078 വോട്ടുകളും. വെറും 16,077 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ശശി തരൂർ ഇത്തവണ വിജയം കണ്ടത്. മറ്റൊരു പ്രധാന കാര്യം കൂടി ഇതിനിടയിൽ ഓർക്കാനുണ്ട്. 2019-ൽ ശശി തരൂർ നേടിയ വോട്ട് വിഹിതത്തിൽ നിന്ന് 4% ഇപ്പോൾ കുറവ് വന്നിരിക്കുന്നത്. അതേസമയം 2019-ൽ BJP സ്ഥാനാർത്ഥി നേടിയ വോട്ടുകളിൽ നിന്ന് 4.2% വോട്ട് വർധനവാണ് ഇത്തവണ BJP സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറിന് ലഭിച്ചത്. മണ്ഡലം കൃത്യമായ ധ്രുവീകരണം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് വ്യക്തം. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 7 മണ്ഡലങ്ങളിൽ 3 മണ്ഡലങ്ങൾ BJPക്ക് ഭൂരിപക്ഷം നേടിക്കൊടുത്തു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് ശശി തരൂരിനേക്കാൾ 10,842 വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട്. അതുപോലെ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് 8,162 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നത് നേമം മണ്ഡലത്തിലെ കണക്കാണ്. നേമത്ത് ശശി തരൂരിനേക്കാൾ രാജീവ് ചന്ദ്രശേഖർ 22,126 വോട്ടുകൾ അധികം നേടി. ചുരുക്കി പറഞ്ഞാൽ കാര്യം ഇത്രയേ ഉള്ളൂ, ശശി തരൂർ അല്ലാതെ മറ്റാരെങ്കിലുമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എങ്കിൽ ഉറപ്പായും അവിടെ കോൺഗ്രസ് പരാജയപ്പെട്ടേനെ. ശശി തരൂരിന് ഒരു കാരണവശാലും വഴങ്ങേണ്ടതില്ലെന്ന കോൺഗ്രസ് നിലപാട് ഇതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ അദ്ദേഹം പാർട്ടി വിടുമെന്നുള്ളത് ഉറപ്പാണ്. CPM അനുകൂല ലേഖനത്തിൻ്റെ പേരിൽ അദ്ദേഹം ഇടതുപക്ഷത്ത് ചേരുമെന്ന് കരുതുന്നവരെ നിരാശരാക്കിക്കൊണ്ടായിരിക്കും തരൂരിൻ്റെ അടുത്ത നീക്കം. ഒരിക്കലും അദ്ദേഹം CPM-മായി കൈകോർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ചും ആഗോളതലത്തിൽ പ്രശസ്തനായ ഒരു വ്യക്തി സംസ്ഥാന രാഷ്ട്രീയത്തിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ താൽപ്പര്യപ്പെടില്ല. കോൺഗ്രസിൽ നിന്നും പുറത്തു വന്നാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത കേന്ദ്രം BJP തന്നെയായിരിക്കും. മാത്രമല്ല, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം ഇനി മത്സരിക്കാൻ ഒരുങ്ങുമെന്നും തോന്നുന്നില്ല. ശശി തരൂർ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോവുകയും തിരുവനന്തപുരം MP സ്ഥാനം രാജിവയ്ക്കുകയും ചെയ്താൽ പിന്നെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കും. കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരായിരുന്നാലും അവരെ തോൽപ്പിച്ച് രാജീവ് ചന്ദ്രശേഖർ ചിലപ്പോൾ പാർലമെന്റിൽ എത്തുകയും ചെയ്യും. അതിനുള്ള വഴിമരുന്ന് കൂടി ഇട്ടിട്ടാണ് ശശി തരൂർ ഇപ്പോൾ
കോൺഗ്രസുമായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പിന്നെ ശശി തരൂരിൻ്റെ ഭാവി ഒരർത്ഥത്തിൽ അതിങ്ങനെ നീണ്ടു നിവർന്നു കിടക്കുകയാണ്. വിദേശകാര്യ വക്താവോ അംബാസഡറോ അതല്ലെങ്കിൽ രാജ്യസഭയിൽ നിന്ന് MP ആയി വിദേശകാര്യ മന്ത്രിയൊക്കെയോ ആയി അദ്ദേഹം അന്തർദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ കാണുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കോൺഗ്രസിനേക്കാൾ നല്ല ഭാവി BJPയിൽ തനിക്കുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് ശശി തരൂരിൻ്റെ ഈ നീക്കങ്ങളെന്ന് കരുതുന്നു. പക്ഷേ ഒരു ഉപാധിയുമില്ലാതെ കോൺഗ്രസിൽ അംഗത്വം നൽകി 4 വർഷം വിജയിപ്പിച്ച് ഒരു തവണ മന്ത്രിയാക്കി ഇത്രത്തോളം പരിഗണന നൽകിയ ഒരു പാർട്ടിയെ ആ പാർട്ടിക്ക് വിരുദ്ധമായ നിലപാടുകൾ കൊണ്ട് ആക്രമിച്ച് ഒരു കലാപമുണ്ടാക്കി പുറത്തു പോകാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് ശശി തരൂർ. പക്ഷേ ഇനിയിപ്പോൾ തരൂർ പുറത്തു പോകുന്നത് തന്നെയാണ് നല്ലത്. കാരണം സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന സ്വീകാര്യത നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്താലും ഏച്ചുകെട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന അവസ്ഥയാണ്. തനിക്ക് കോൺഗ്രസ് വിട്ട് പുറത്തു പോകണമെന്ന് ആഗ്രഹത്തോടെ തന്നെയാണ് ശശി തരൂർ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. പുറത്തു പോകാൻ നേരത്തെ തീരുമാനിച്ചതുകൊണ്ട് എത്രയും വേഗം താങ്കൾ പുറത്തു പോകുന്നത് തന്നെയാണ് നല്ലത് എന്ന് മാത്രമേ എനിക്ക് ഈ സാഹചര്യത്തിൽ പറയാനുള്ളൂ. ഇനിയും ഇവിടെ കടിച്ചു തൂങ്ങി നിന്നാൽ KSU പിള്ളേരുടെ വായിലിരിക്കുന്നത് വരെ താങ്കൾക്ക് കേൾക്കേണ്ടി വരും.